ഇന്ന് നമ്മൾ സോളിഡ്സിന്റെ ബാക്കി ഭാഗങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഘനരൂപം എന്നുള്ള പാഠമാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സമചതുരസ്തൂപിക സ്ക്വയർ പിരമിഡിനെ പറ്റിയായിരുന്നു പഠിച്ചത്. ഇന്ന് നമ്മൾ പറയുന്നത് കോൺ, അതായത് വൃത്തസ്തൂപികയുടെ പറ്റിയാണ് പറയുന്നത്. വൃത്തസ്തൂപികയുടെ എന്തൊക്കെയാണ് അതിന്റെ ഐഡിയകൾ, കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൽ നിന്നുള്ള ആ ഭാഗത്തു നിന്നുള്ള ആ ഏരിയ എന്നുള്ള മാർക്കുകൾ എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമചതുരസ്തൂപിക സ്ക്വയർ പിരമിഡിനെ പറ്റി പഠിച്ചല്ലോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വൃത്തസ്തൂപിക കോണിനെ പറ്റിയാണ് പഠിക്കുന്നത്. കോൺ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഐഡിയ അറിയാം. കോൺ ഐസ്ക്രീം, അതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? അതിന്റെ ഷേപ്പ് ഒക്കെ ഏത് രൂപമാണ്? കോൺ രൂപത്തിലുള്ള വൃത്തസ്തൂപികാകൃതിയുള്ള പല കാര്യങ്ങളും പലതും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, വൃത്തസ്തൂപിക കോണിനെ പറ്റി കേട്ടോ. അപ്പൊ ഇതിലെ ഫോർമുലകൾ ആദ്യം നമുക്ക് പറയാം. അപ്പൊ പാദം വൃത്തമാണല്ലോ. അപ്പൊ ഇതിന്റെ ബേസ് ആണ് ഇത് വരുന്നത്. ഇത് സ്ലാന്റ് ഹൈറ്റ് ആണ്. ഓക്കെ, ചെരിവുയരമാണ് വരിക. ഇതിന്റെ ആരം വരിക ഇതാണ് പാദത്തിന്റെ ആരം വരിക. ഓക്കെ, ബേസ് റേഡിയസ്. ഇതാണ് ഇതിന്റെ കോണിന്റെ ഹൈറ്റ് വരിക. ഓക്കെ, ഹൈറ്റിന് നമ്മൾ എച്ചും പാദത്തിന്റെ ആരത്തിന് ആറെന്നും ചെരിവുയരത്തിന് നമ്മൾ എല്ലെന്നും സൂചിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിലാണ് എന്തുള്ളത്? വൃത്തസ്തൂപികയുള്ളത്, കോണുള്ളത്. ഇനി ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്തത് കണ്ടോ? ഓക്കെ, ഈ മട്ടത്രികോണം, ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഈ മട്ടത്രികോണത്തിന്റെ ചെരിവുയരമായ എൽ സ്ക്വയർ സമം ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇത് നമ്മൾ എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. നമ്മള് സമചതുരസ്തൂപികയിൽ പഠിച്ചിരുന്നു എന്ത്? ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്നും എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതൊന്നുമില്ല, ഇവിടെ ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഒറ്റ റിലേഷൻ മാത്രമേ കോണില് ഉള്ളൂ, വൃത്തസ്തൂപികയിലുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മള് ഈ വൃത്തസ്തൂപിക ഉണ്ടാകുന്നത് എങ്ങനെയാണ് നോക്കണം. അതായത് ഇതൊരു വൃത്താണല്ലോ. ഒരു വൃത്തമാണിത്. ഓക്കെ, ഈ വൃത്തത്തെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പകുതിയാക്കിയാൽ അതെന്തായി മാറി? ഒരു സെമി സർക്കിൾ, അർദ്ധവൃത്തമായി മാറി. ഇതിനെ വീണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ? വൃത്തത്തിന്റെ ഒരു ഭാഗമായി മാറും. അതായത് സെക്ടർ, വൃത്താംശം എന്ന് പറയാം. നമുക്ക് വൃത്തത്തിന്റെ ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? സെക്ടർ എന്ന് പറയാൻ പറ്റും, വൃത്താംശം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ വൃത്താംശം മടക്കിയിട്ട് നമുക്ക് എന്തുണ്ടാക്കി മാറ്റാം? വൃത്തസ്തൂപിക ഉണ്ടാക്കി മാറ്റാം. സെക്ടറിനെ റോൾ ചെയ്തിട്ട് കോൺ ഉണ്ടാക്കി മാറ്റാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനിങ്ങനെ റോൾ ചെയ്തിട്ട് ഞാൻ ഒരു കോണാക്കി മാറ്റുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോണായി മാറിയില്ലേ? ശ്രദ്ധിക്കുക, കോണായി മാറി, കണ്ടില്ലേ? ഓക്കെ, ഈ കോണിന്റെ ശ്രദ്ധിക്കുക, ഇതാണ് വൃത്താംശത്തിന്റെ ആരം. ഇതാണല്ലോ വൃത്താംശത്തിന്റെ ആരം. ഇതിനിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ മടക്കി വരുന്ന സമയത്ത് വൃത്താംശത്തിന്റെ ആരം സ്തൂപികയുടെ ചെരിവുയരമായി മാറുന്നു. ശരിക്കും നോക്കണം കേട്ടോ, ശരിക്കും മനസ്സിലാക്കണം. വൃത്താംശത്തിന്റെ ആരം സ്തൂപികയുടെ ചെരിവുയരമായി മാറുന്നു. സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയി മാറുന്നു. ഈ ഐഡിയ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ റിലേഷൻ? ഇങ്ങനെ വരാം, ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അതായത് ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 എന്നുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തൂപികയുടെ പാദത്തിന്റെ ആരം. അതായത് ഈ സ്തൂപികന്റെ ഇവിടെ എന്താണ്? ഇതാണ് പാദം. പാദം വൃത്താകൃതിയാണ്. ഈ പാദത്തിന്റെ ആരത്തിനെയാണ് സ്മോൾ ആർ എന്ന് പറയുന്നത് കേട്ടോ. സ്മോൾ ആർ പാദത്തിന്റെ ആരമാണ്. ദെൻ ഈ എൽ എന്ന് പറയുന്നത് സ്തൂപികയുടെ ചെരിവുയരം. സ്തൂപികയുടെ ചെരിവുയരം എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞ ഉയരം കേട്ടോ. ചെരിഞ്ഞ ഉയരാണ്, സ്തൂപികയുടെ ചെരിവുയരമാണ് എൽ എന്ന് വരുന്നത്. എക്സ് എന്ന് പറയുന്നത് ഈ വൃത്താംശത്തിന്റെ കേന്ദ്രകോണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വൃത്താംശമാണ് മടക്കുന്നത്, ഇങ്ങനത്തെ ഒരു സെക്ടറാണ് മടക്കുന്നതെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണാണ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എക്സ് 360 ആണെങ്കിൽ നമുക്കറിയാം ഒരു സർക്കിള് കംപ്ലീറ്റ് ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ആറും എല്ലും എക്സും 360 ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ആർ എന്ന് പറഞ്ഞാൽ പാദത്തിന്റെ ആരം, ബേസ് റേഡിയസ് ഓഫ് കോൺ ആണ്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ, ചെരിവുയരമാണ്. എക്സ് എന്ന് പറയണമെങ്കിൽ കേന്ദ്രകോണാണ്. ഇനി ശ്രദ്ധിക്കുക, ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 ആണെങ്കിൽ ആർ ബൈ ഈ എല്ലിന് പകരം എനിക്ക് ആർ എന്ന് കൊടുക്കാൻ പറ്റുമോ?
R എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ R എന്താണ്? വൃത്താംശത്തിന്റെ ആരമാണ്. ഈ വൃത്താംശത്തിന്റെ ആരം ഈ ചെരിവുയരത്തിന് പകരം എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ സ്ലാന്റ് ഹൈറ്റിന് പകരം എനിക്ക് സെക്ടറിന്റെ റേഡിയസ് കൊടുക്കാൻ പറ്റുമോ? യെസ്. അപ്പൊ നമ്മൾ ഈ ഇതിലേക്ക് തന്നെ വന്നാൽ മതി, മനസ്സിലാക്കാം. ഈ സെക്ടറിന്റെ റേഡിയസ് ആണ് ഇത്. ഇതാണ് മടക്കുന്ന സമയത്ത് ചെരിവുയരമായി മാറുന്നത്. അപ്പൊ ഈ ആറും എല്ലും സെയിം ആണ്. ഓക്കെ, അതായത് വൃത്താംശത്തിന്റെ ആരം സ്തൂപികയുടെ ചെരിവുയരത്തിന് തുല്യമാണ്. അതായത് സെക്ടറിന്റെ റേഡിയസ് എന്താണ്? കോണിന്റെ സ്ലാന്റ് ഹൈറ്റിന് ഈക്വൽ ആണ്. അപ്പൊ ആറും എല്ലും സെയിം ആണ്. ആറും എല്ലും സെയിം ആയതുകൊണ്ട് നമുക്ക് R/L = x/360 എന്നതിന് പകരം R/R x/360 എന്ന് എഴുതിയാലും തെറ്റില്ല. രണ്ടും സെയിം തന്നെയാണ്. കാരണം എല്ലും ആറും ഈക്വൽ ആണ്. എങ്ങനെ എല്ലും ആറും ഈക്വൽ ആയതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ ബേസ് ഏത് ഷേപ്പാണ്? ബേസ് സർക്കിൾ ആണ്, വൃത്തമാണ്. ബേസ് ഏരിയ ആയിട്ട് എന്തെടുക്കും നമ്മള്? ബേസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്. ബേസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ് അല്ല, കോൺ. ഓക്കെ, ബേസ് ഏരിയ ഓഫ് കോൺ ഇസ് ഈക്വൽ ടു πr² എന്ന് വരും. അതായത് ഇതിന്റെ പാദം വൃത്തായതുകൊണ്ട് പാദ പരപ്പളവ് πr² ആണ് വരിക. പാദ പരപ്പളവ് πr² എന്ന് വരും. ദെൻ ഇതിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയ, അതായത് വക്രമുഖ പരപ്പളവ്. വക്രമുഖ പരപ്പളവ് പറഞ്ഞാൽ എന്താ? യെസ്, ഇവിടെ ശ്രദ്ധിക്കാം. ഇതില് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാണല്ലോ ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ കണക്കാക്കിയത്. ഈ ഭാഗം ബേസ് ആയിട്ട് കണക്കാക്കി. ഈ സൈഡിൽ കാണുന്ന ഭാഗമാണ് വക്രമുഖമായിട്ട് വരുന്നത്. കേർവ്ഡ് സർഫേസ് ഏരിയ ആയിട്ട് വരുന്നതിന്റെ സൈഡ് ഭാഗമാണ്. അതുകൊണ്ട് ഈ കേർവ്ഡ് സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു πRL ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? πRL ആണ് കേർവ്ഡ് സർഫേസ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ബേസ് ഏരിയ πr², കേർവ്ഡ് സർഫേസ് ഏരിയ πRL. നെക്സ്റ്റ് ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാലോ? ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ പ്ലസ് കേർവ്ഡ് സർഫേസ് ഏരിയ. ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ പാദ പരപ്പളവ് പ്ലസ് വക്രതല പരപ്പളവ്. കേട്ടോ, ഇത് വക്രമുഖമാണല്ലോ വരുന്നത് കോണാവുന്ന സമയത്ത്. അപ്പൊ എന്ത് വരുന്നുണ്ട്? πr² പ്ലസ് πRL എന്ന് വരും. ഉപരിതല പരപ്പളവാണ് πr² പ്ലസ് πRL. സമരസ്തൂപികയ്ക്ക് എന്താ വരുന്നത്? സമരസ്തൂപികയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ പാദപരപ്പളവ് നമുക്ക് കിട്ടിയത് a² ആയിരുന്നു. ഇവിടെ CS എന്ന് പറഞ്ഞാൽ അവിടെ LSA ആണ്, ലാറ്ററൽ സർഫേസ് ഏരിയ, അതായത് പാർശ്വതല പരപ്പളവാണ്. അവിടെ എന്താ വരുന്നത്? 2AL ആണ്. അവിടുത്തെ TS എന്താ വരുന്നത്? a² പ്ലസ് 2AL ആണ്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പൊ ബേസ് ഏരിയ πr², CSA πRL, TSA πr² പ്ലസ് πRL. പിന്നെ വരുന്നതാണ് ഏത്? വോള്യം. ഇതിന്റെ വോള്യം കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല അവിടെ എന്തായിരുന്നു? സ്ക്വയർ പിരമിഡില് 1/3 a²h ആയിരുന്നു. ഇവിടെ എന്താ വരുന്നത്? 1/3 πr²h എന്ന് വരുന്നത്. ഓക്കെ, അവിടെ a²h ആണെങ്കിൽ ഇവിടെ πr²h. ഓക്കെ, 1/3 πr²h. ഇതാണ് കോണിന്റെ, അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് ശ്രദ്ധിക്കാം. ഇതില് നമ്മൾ ഈ സിലിണ്ടറും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തസ്തംഭം. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തവും കൂടെ നമ്മൾ ഇതിലൊന്ന് ഓർത്ത് വെക്കണം. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? വോളിയം ഓഫ് സിലിണ്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു πr²h ആണ്. അതായത് ഈ 1/3 ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. 1/3 ഉണ്ടാവില്ല, വെറും πr²h ആണ്. ഏത്? വോളിയം ഓഫ് സിലിണ്ടർ, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. ഇതും കൂടെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്തെല്ലാം പറഞ്ഞ ഫോർമുല ഒന്നും കൂടെ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് L² = R² + h². ഈ L² = R² + h² നമുക്ക് R² ആണ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? R² = L² - h² എന്ന് വരും. h² ആണ് കാണണമെങ്കിൽ എന്ത് വരും? h² = L² - R² എന്നും ഉപയോഗിക്കും. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ബേസ് എന്താണ്? ബേസ് ഏരിയ പാദപരപ്പളവ് πr² ആണ്. വക്രമുഖ പരപ്പളവ് πRL ആണ്. ഉപരിതല പരപ്പളവ് πr² പ്ലസ് πRL ആണ്. വ്യാപ്തം എന്ത് വരുന്നുണ്ട്? 1/3 πr²h എന്ന് വരുന്നുണ്ട്. സിലിണ്ടർ ആണെങ്കിൽ, വൃത്തസ്തംഭമാണെങ്കിൽ വ്യാപ്തം πr²h എന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ റിലേഷൻ പഠിച്ചു. ഇതെന്താണ്? R/L = x/360. ഇതിൽ ഓരോ അക്ഷരങ്ങളും R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരമാണ്. L എന്ന് പറഞ്ഞാൽ ചെരിവുയരമാണ്. X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്താംശത്തിന്റെ കേന്ദ്രകോണായിട്ട് വരുന്നുണ്ട്. ഈ വൃത്താംശത്തിന്റെ ആരം ചെരിവുയരത്തിന്, സ്തൂപികയുടെ ചെരിവുയരത്തിന് തുല്യമാണ്. ഇത്രയും ഐഡിയകൾ ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ,
Find the base radius and slant height of a cone formed by bending a sector with radius 10 cm and central angle 60 degree. Okay, question once again. Find the base radius and slant height of a cone formed by bending a sector with radius 10 cm and central angle 60 degree. അതായത് ഒരു വൃത്താംശത്തിന്റെ ആരം 10 സെന്റിമീറ്ററുമാണ്, കേന്ദ്രകോൺ 60 ഡിഗ്രിയുമാണ്. അങ്ങനത്തെ വൃത്താംശം റോൾ ചെയ്തിട്ട് മടക്കിയിട്ട് എന്താക്കി മാറ്റാണ്, ഒരു കോൺ വൃത്തസ്തൂപികയാക്കി മാറ്റുന്ന സമയത്ത് അതിന്റെ പാദത്തിന്റെ ആരവും ചെരിവുയരവുമാണ് കാണാൻ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ തന്നത് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ എഴുതാം. അതെന്താ തന്നത്, അതായത് വൃത്താംശത്തിന്റെ ആരം 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വൃത്താംശത്തിന്റെ ആരം ക്യാപിറ്റൽ ആർ അല്ലേ, ക്യാപിറ്റൽ ആർ 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നെ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കേന്ദ്രകോൺ. ഓക്കെ, ഇനി കാണേണ്ടത് എന്താ, ഫൈൻഡ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ്. അതായത് പാദത്തിന്റെ ആരവും കാണണം, ചെരിവുയരവും കാണണം. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മള് ഈ കേന്ദ്രകോണ് കണ്ട പിന്നെ നമ്മൾ ഏത് റിലേഷനിലേക്ക് പോയാൽ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ എന്ന് കണ്ട ഓൺ ദ സ്പോട്ടിൽ നമുക്ക് R/L ഈക്വൽ ടു x/360 പോകാം. ഓക്കെ, കേന്ദ്രകോൺ എന്നുള്ള ഐഡിയ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ ഈ റിലേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും. അപ്പൊ ക്വസ്റ്റനിലേക്ക് കണ്ടാൽ നിങ്ങൾക്ക് R/L x/360 നിങ്ങൾ പോവുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആറാണ് നമുക്ക് കാണേണ്ട അറിയില്ല, R/L നമുക്ക് കാണേണ്ട ഫസ്റ്റ് L, ചെരിവുയരം കണ്ടുപിടിക്കാൻ പറ്റൂലേ, കാരണം ഇതെന്താ വൃത്താംശത്തിന്റെ ആരമാണ്. വൃത്താംശത്തിന്റെ ആരം സ്തൂപികയുടെ ചെരിവുയരത്തിന് തുല്യമാണ്. നമ്മൾ പഠിച്ചോ? യെസ്, പഠിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാം. എന്തെഴുതാം, 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് എല്ലും എന്ത് തന്നെയാ 10 സെന്റിമീറ്റർ ആണ്. അതായത് സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റിന് ഈക്വൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, R is equal to L എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ L is equal to നമുക്ക് എന്ത് കിട്ടി, L is equal to 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് എന്താ, ചെരിവുയരം നമുക്ക് കിട്ടി, ആൻസർ ആയി മാറി. ഇനി നമുക്ക് എന്താ വേണ്ടത്, പാദത്തിന്റെ ആരം, ബേസ് റേഡിയസ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ബേസ് റേഡിയസ്? ആ ബേസ് റേഡിയസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു, ഈ ആറിന് എന്ത് കൊടുക്കുന്നു, R/L പകരം എന്ത് കൊടുത്തു, 10 സമം X പകരം 60/360 എന്ന് വരും. R/10 is equal to 60/360 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ 0 കട്ട് ചെയ്തൂടെ, കട്ട് ചെയ്യാം. ഇനി എന്തായി, R/10 is equal to 6/36 ആണ്. R is equal to 6/36. ഈ ഡിവൈഡഡ് ബൈ 10 അങ്ങ് പോയ എന്തായി മാറി, മൾട്ടിപ്ലൈ വിത്ത് 10 ആയി മാറി. ഈ 6 36 വെട്ടി കൂടെ, യെസ്, 1 ഉണ്ടാവും. 6ൽ 6 ഒരു തവണ, 36ൽ 6 തവണ വരും. ലാസ്റ്റ് ഇവിടെ എന്ത് വരുന്നുണ്ട്, മുകൾ 1 × 10 10/6 സെന്റിമീറ്റർ. 16 കൊണ്ട് കറക്റ്റ് ഹരിക്കാൻ കഴിയൂല, 10/6 സെന്റിമീറ്റർ എന്ന് എഴുതിയാലും മതി. അപ്പൊ സ്തൂപികയുടെ പാദത്തിന്റെ ആരം 10/6 സെന്റിമീറ്റർ ആണ്. സ്തൂപികയുടെ ചെരിവുയരം 10 സെന്റിമീറ്ററുമാണ്. സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 10 സെന്റിമീറ്റർ. ബേസ് റേഡിയസ് ഓഫ് ദ കോൺ ഈസ് 10/6 സെന്റിമീറ്റർ. ഈ രൂപത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേന്ദ്രകോൺ എന്നുള്ള ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ ആംഗിൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ റിലേഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അതായത് ക്വസ്റ്റ്യൻ, find the central angle of the sector which is used to make a circular pyramid with a base radius 10 cm and height 25 cm. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ്, ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റുമാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മോട് കാണാൻ പറയുന്നത് എന്താ, സെൻട്രൽ ആംഗിൾ ആണ് കാണാൻ പറയുന്നത്, കേന്ദ്രകോണാണ് കാണാൻ പറയുന്നത് കേട്ടോ. ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് എ സെക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്കുലർ പിരമിഡ് വിത്ത് ബേസ് റേഡിയസ് 10 സെന്റിമീറ്റർ ആൻഡ് സ്ലാന്റ് ഹൈറ്റ് 25 സെന്റിമീറ്റർ. പാദത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ചെരിവുയരം 25 സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപി ഉണ്ടാക്കാൻ മുറിച്ചെടുക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എന്താണെന്നാ ചോദിക്കുന്നത് കേട്ടോ. അപ്പോ ഇവിടെ തന്നത് എന്താണ്, പാദത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ചെരിവുയരം 25 സെന്റിമീറ്റർ. പാദത്തിന്റെ ആരം 10 സെന്റിമീറ്റർ ആണ്, ചെരിവുയരം 25 സെന്റിമീറ്റർ ആണ്. ബേസ് റേഡിയസ് ആണ് സ്മോൾ ആർ വരിക, ക്യാപിറ്റൽ അല്ല L വരുന്നത് എന്താ, ചെരിവുയരം സ്ലാന്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, കേന്ദ്രകോൺ X ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് എന്താണ് ഫോർമുല, എന്ത് റിലേഷൻ, R/L is equal to X/360 അല്ലേ.
ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ആറിന് 10 എന്ന് കൊടുക്കുന്നു. എല്ലിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 25 എന്ന് കൊടുത്തു. എക്സ് നമുക്ക് അറിയില്ല, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബൈ 360 എന്ന് വന്നു. ഓക്കെ, ഈ 10ഉം 25ഉം കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 2/5 എന്ന് കിട്ടി. 5 കൊണ്ട് വെട്ടിക്കൂടെ? 10ൽ 5 2 തവണയാണ്, 25ൽ 5 5 തവണയാണ്. എക്സ് ബൈ 360 എന്നായി മാറി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 2/5 ഇവിടുണ്ട്. ഈ ഡിവൈഡ് ബൈ 360 ഇങ്ങോട്ട് പോകുന്ന മൾട്ടിപ്ലൈ 360 എന്നായി മാറും. ഓക്കെ, ഈ 5ഉം 36ഉം നമുക്ക് വെട്ടിക്കൂടെ? 360ൽ 5 എത്ര തവണ വരും? 72 തവണ വരും. 2 × 72 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സമം 144 ഡിഗ്രി. അതായത് വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ 144 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് കോണിന്റെ എന്ത്? സെൻട്രൽ ആംഗിൾ 144 ഡിഗ്രി. ഈ ആൻസറിലേക്ക് എത്തിയില്ലേ? ഓക്കെ, റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ വിച്ച് ഈസ് മെയ്ഡ് ബൈ ബെൻഡിങ് എ സെമി സർക്കിൾ. ഓക്കെ, അതായത് ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഇതൊരു അർദ്ധവൃത്തല്ലേ, അർദ്ധവൃത്തം സെമി സർക്കിൾ. ഇതിനെ വളച്ചിട്ട് എന്താക്കി മാറ്റാണ്? ഈ സെമി സർക്കിളിനെ റോള് ചെയ്തിട്ട് ഒരു കോണാക്കി മാറ്റാണ്. വളച്ചിട്ട് എന്താക്കി മാറ്റി? ഒരു വൃത്തസ്തൂപികയാക്കി മാറ്റി. അങ്ങനെ വൃത്തസ്തൂപികയാക്കി മാറ്റുമ്പോൾ നമ്മോട് ചോദിച്ചത് എന്താ? ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ്. ഈ ബേസ് റേഡിയസ് പറഞ്ഞ പാദത്തിന്റെ ആരവും സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയണമെങ്കിൽ ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അർദ്ധവൃത്താണ് വളക്കുന്നത്. അർദ്ധവൃത്തം വളയ്ക്കുക എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? അർദ്ധവൃത്തത്തിന്റെ സെൻട്രൽ ആംഗിൾ, ഈ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ എത്ര ഉണ്ടാവുക? 180 ഡിഗ്രി. അത് നമ്മൾ പഠിച്ചതാ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു കേന്ദ്രകോൺ 180 ഡിഗ്രിയാണ്. നമുക്ക് കേന്ദ്രകോൺ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏത് റിലേഷനിലേക്ക് നമ്മൾ പോകും? ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 എന്നുള്ള റിലേഷനിലേക്ക് നമ്മൾ പോയി. Then r by l is equal to x എത്ര കൊടുക്കുന്നു? 180 divided by 360 എന്നും കൊടുത്തു. Then r ഈ 180 360 നമുക്ക് കട്ട് ചെയ്താൽ എന്തായി? 1/2 ആവും. 180 തവണ 360 2 തവണ വരും. അപ്പൊ r is to l is equal to 1:2 എന്ന് വരും. r by l is equal to 1/2 ആണെങ്കിൽ r is to l is equal to 1:2. എന്തായി? അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. അതായത് r is to l is equal to 1:2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ മക്കളെ, നമ്മുടെ കോണിന്റെ തുടക്കം മാത്രമാണ്, ബേസിക് ഐഡിയകളാണ് ഇപ്പൊ എന്ന് പറഞ്ഞത്. അതിന്റെ ഫോർമുലകളും ബേസിക് ഐഡിയയും പറഞ്ഞു. ഇനി ഇതിന്റെ എന്താണ്? വക്രമുഖ പരപ്പളവ്, അതായത് കർവ്ഡ് സർഫേസ് ഏരിയ, വോളിയം, വ്യാപ്തം, അതിനെ കുറിച്ചൊക്കെ കുറെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ.